പാർട്ടിയും കൊള്ളത്തില്ല, രാഷ്ട്രീയ പാർട്ടി സ്വമേധ്യ അവർ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങണം. ചില രാഷ്ട്രീയക്കാരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അത് ഏത് പാർട്ടിയിലെ രാഷ്ട്രീയക്കാരാണ്? BJP-യിൽതാണോ, കോൺഗ്രസിൻ്റെതാണോ, കമ്മ്യൂണിസ്റ്റിൻ്റെതാണോ, അല്ല മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയക്കാരാണോ? ഈ പറഞ്ഞ എല്ലാ പാർട്ടിയിലും ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് സ്ഥിരമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ആളുകളാണ്. അതായത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റു പാർട്ടിയിലേക്ക് ചാടുന്ന ആളുകൾ, ഇനി ചാടിയെത്തുന്ന തിരിച്ചു ചാടുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ഇവർക്ക് സ്വന്തമായി ഒരു നിലപാടില്ല. അതുമാത്രമല്ല, ഇവരൊരിക്കലും രാജ്യത്തിനോ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്കോ വേണ്ടി സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ആയിരിക്കില്ല. 90% ആളുകളും ഇങ്ങനെ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവർ അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ മാറിക്കൊണ്ടേ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. പാർട്ടിയും കൊള്ളത്തില്ല, രാഷ്ട്രീയ പാർട്ടി കൊള്ളത്തില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അവസരവാദികളും. ഞാൻ ചോദിക്കാം, ശബരിമല സ്വർണ്ണം എന്ത് ചെയ്യും? അയ്യപ്പൻ എന്ത് ചെയ്യും? അയ്യപ്പനും പോയി. അയ്യപ്പനൊക്കെ ഇപ്പം ചെമ്പിനകത്തിരിക്കുക. അത് കൊണ്ടുപോയാൽ കമ്മ്യൂണിസ്റ്റുകാരാ മൊത്തം. ഇപ്പോൾ തന്നെ പത്മകുമാർ എല്ലാം അകത്തിരിക്കുമല്ലോ. യവന്മാരെല്ലാം കൊണ്ട് തിന്നായത് പൈസ. യവന്മാർ മൊത്തം തിന്ന. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. കോൺഗ്രസ് അതിനെക്കാട്ടിയും കൊള്ളത്തില്ല. BJP വെറും പന്തല്. കാര്യം BJP കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം.